ഇപ്പോൾ നമുക്ക് സൗദിയിൽ നിന്ന് സുബൈദ് ഉദിനൂർ ചേരുന്നു. സുബൈർ, തുടരാം. തീർച്ചയായിട്ടും ഇന്നത്തെ വൈകുന്നേരം, ഇന്നത്തെ രാത്രി കേരളം കേട്ടത് ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ്. തീർച്ചയായിട്ടും അതിലെ പ്രതിയായിട്ടുള്ള അഫാന്റെ പിതാവ് ഇവിടെ ദമാമിൽ ജോലി ചെയ്യാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെയുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നമുക്ക് പറയാനുള്ളത്? എപ്പോഴാണ് ഈ വിവരം നിങ്ങൾ അറിഞ്ഞത്? 4 മണിക്കാണ്, 3:30-4 മണിയാകുമ്പോഴാണ് അറിയുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്? ഇല്ല, ജോലിയിൽ ഞാൻ വെറുതെ നിൽക്കുമ്പോ എന്റെ പെങ്ങളമ്മ വിളിച്ചു പോകാൻ പറഞ്ഞു. വിളിച്ചെന്റെ ഉമ്മയുടെ മരണം പറഞ്ഞു ആദ്യം. ഓക്കെ. അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് റിയാദിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്, അപ്പൊ ഇതുപോലെ എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിൽ വേറെ പോലീസുകാരുണ്ട്, അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പോലീസുകാർ കിടക്കുന്ന ഭാര്യയ്ക്കും ഇളയ മോനും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ എന്റെ ഭാര്യയുടെ അനിയത്തെ വിളിച്ചു. അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഇളയ മകൻ മരിച്ചവരെ ഞാൻ അറിയിട്ടില്ലായിരുന്നു. വൈഫ് സീരിയസ് ആയിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. എന്താണ് ഇതിലേക്ക് എത്തിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങളും എനിക്കറിയത്തില്ല. ഈ അഫാൻ നേരത്തെ സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് ഇവിടെ? എനിക്ക് തോന്നുന്നില്ല. അവൻ വിസിറ്റിംഗിന് ഞാൻ മക്കളായിട്ട് കൊണ്ടുവന്ന് വിസിറ്റിംഗിന് കൊണ്ടുവന്നു. 6 മാസം കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് പോകുന്ന സമയത്ത് അഫാൻ ആ രീതിയിൽ വല്ലതെന്തെങ്കിലും? അല്ലല്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നം. സന്തോഷമായിട്ട് ഒരു വന്ന് സന്തോഷമായി തിരിച്ചു പോകുമ്പോൾ ചെയ്തു ഒരു പോവുകയും ചെയ്യും. ഈ അഫാനായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? ഇന്നലെ എപ്പോഴെങ്കിലും? ഞാനിപ്പോ ഒരാഴ്ച അവന് കഴക്കൂട്ടത്തിന്റെ ഒരു കമ്പനി ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എപ്പോഴും കിട്ടാറുമില്ല. ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ച് വോയിസ് ഇട്ട് സംസാരിച്ചായിരുന്നു. ഈ അഫാന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടായിട്ടുണ്ടോ? വിഷയങ്ങളും ഇല്ല, എല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞത്. എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. ആ ബാധ്യത തീർക്കാൻ നമ്മള് വീടും വരെ വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിറ്റ് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് നടന്നില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഈ കുടുംബമായിട്ട് എപ്പോഴാണ് നിങ്ങൾ സംസാരിച്ചത്? ഇന്ന് വിളിച്ചിരുന്നോ? ഇന്ന് വിളിച്ചിട്ടില്ല. ഇന്നലെ 2-3 ദിവസമായി വിളിച്ചിട്ട്. അപ്പോഴൊന്നും നേരത്തെ ഒന്നും ഇതുമായിട്ട് അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? അങ്ങനെ അവനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു. അവന് ബാക്കിനോട് ചോദിച്ചു പറഞ്ഞു തലയ്ക്ക് ഭ്രാന്താണെന്ന് ഇങ്ങനെ പറഞ്ഞു. വൈഫ് എന്റെ തലയ്ക്ക് ഭ്രാന്താണ്, ഭ്രാന്തത്തെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചീത്ത പോലെയൊക്കെ പറഞ്ഞു. ഒരു വക്കാലേക്ക് ഞാൻ അവന് കുറച്ച് പൈസ കൊടുക്കണ്ട, അവനുമായിട്ട് സ്റ്റാറ്റിങ് അനിയനായിട്ടൊക്കെ സംസാരിച്ചപ്പോ അതുപോലെ പറഞ്ഞു. അപ്പൊ അവര് ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ അവന് ഏറ്റ കാര്യം തലയ്ക്ക് ഭ്രാന്താണ് ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, എത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഈ ഒരു വാർത്ത അവര് വെളിനാട്ടിൽ അറിയുന്നത്. നാട്ടിലേക്ക് പോകാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് എനിക്ക് കാമില്ലാതെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അത് മാത്രമല്ല ചെറിയ ബാധ്യത ഇവിടെ ഉണ്ട്, ബാധ്യത തീർക്കണം.